ഇത് എത്യോപ്യയിലെ ഒരു മുർസി ഗോത്രമാണ്. ഇവിടെ യുവതികൾ സ്ത്രീ സൗന്ദര്യത്തിൻ്റെ പ്രതീകമായി താഴത്തെ ചുണ്ടുകൾ തുളച്ച് പ്ലേറ്റുകൾ ഇടുന്നു. ഇതുപോലെ ലോകത്തിലെ കൗതുകകരമായ സൗന്ദര്യ രീതികളുള്ള വിചിത്രമായ ആളുകളെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. പെയിൻ ഈസ് ബ്യൂട്ടി. മിക്കവാറും നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഒരു പാടെങ്കിലും കാണുമല്ലോ. എന്നാൽ മിക്കവർക്കും പാടുകൾ ഇഷ്ടമല്ല. എന്നാൽ ചില ആഫ്രിക്കൻ ഗോത്രങ്ങളിൽ പാടുകൾ സൗന്ദര്യത്തിൻ്റെ പേരിൽ മനഃപൂർവ്വം ഉണ്ടാക്കുന്നു. ഈ പ്രക്രിയ ഓരോ ഗോത്രത്തിനും വ്യത്യസ്തമാണെങ്കിലും ഇത് സാധാരണയായി ആചാരപരമാണ്. പ്രായപൂർത്തിയാകൽ അല്ലെങ്കിൽ വിവാഹം പോലുള്ള ചില അവസരങ്ങളിൽ ആചാരപരമായി ഇത് ചെയ്യുന്നു. എന്നാൽ ഈ പാടുകൾ സൃഷ്ടിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര സുഖകരമായ പ്രക്രിയ അല്ല കേട്ടോ. ലേസർ ബ്ലേഡുകളും മുള്ളുകളും ഉപയോഗിച്ച് ഒരു നീണ്ട കാലയളവിൽ പാറ്റേണുകൾ സൃഷ്ടിക്കപ്പെടുന്നതാണ് ഈ രീതി. ഈ സമയത്ത് വ്യക്തി ഏതെങ്കിലും വേദന പ്രകടിപ്പിക്കുകയാണെങ്കിൽ അവരുടെ മുഴുവൻ കുടുംബത്തിനും അത് അപമാനമായാണ് കണക്കാക്കുന്നത്. അതിലും മോശമായ കാര്യം എന്തെന്നാൽ ഇത്തരത്തിൽ മുറിവേൽക്കാൻ സമ്മതിക്കാത്ത വ്യക്തിയെ ഗോത്രത്തിൽ നിന്ന് വരെ ഒഴിവാക്കപ്പെടുകയും ചില ചുമതലകളിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്നു. ലിപ് ഫില്ലർ. ഇന്ന് പലരും ചുണ്ടുകൾ വലിപ്പം വയ്ക്കുന്നതിനായി പ്ലാസ്റ്റിക് സർജറികൾ ചെയ്യുന്നവരാണല്ലേ. എന്നാൽ ആഫ്രിക്കയിലെ ഒരു ഗോത്രത്തിന് അവരുടെ ചുണ്ടുകൾ വലുതാക്കുന്നതിന് സ്വന്തം രീതികൾ തന്നെയുണ്ട്. എത്യോപ്യയിലെ ഒരു ഒറ്റപ്പെട്ട പ്രദേശത്ത് താമസിക്കുന്ന മുർസി ഗോത്രമാണിത്. ഒരു മുർസി പെൺകുട്ടിക്ക് ഏകദേശം 15-16 വയസ്സ് പ്രായമാകുമ്പോൾ അവളുടെ അമ്മ അവളുടെ ചുണ്ടിൽ ഒരു ദ്വാരം ഉണ്ടാക്കുകയും അത് സുഖപ്പെടുന്നത് വരെ ചെറിയ മരപ്പീസ് ഉപയോഗിച്ച് ഫിൽ ചെയ്യുകയും ചെയ്യുന്നു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ മുർസി പെൺകുട്ടിയുടെ ചുണ്ടുകൾ വർദ്ധിച്ചു വരുന്ന വലിപ്പത്തിലുള്ള തടിപ്പേറ്റുകളാൽ വലുതാക്കുന്നു. അതിശയകരമെന്ന് പറയട്ടെ, ഇവയ്ക്ക് 12 ഇഞ്ച് വരെ വ്യാസത്തിൽ എത്താൻ കഴിയുമത്രേ. ഇപ്പോൾ ഈ ലിപ് പ്ലേറ്റുകൾ അത്ര പ്രായോഗികമല്ല, പ്രത്യേകിച്ച് സംസാരിക്കുന്ന കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ അവിവാഹിതരും നവദമ്പതികളും പ്രത്യേക അവസരങ്ങളിൽ മാത്രം ഇവ ധരിക്കുന്നു. എന്നാൽ ഈ പ്ലേറ്റുകൾ ധരിക്കാത്തപ്പോൾ മുർസി സ്ത്രീകൾക്ക് അയഞ്ഞ ചുണ്ടുകളാണുള്ളത്. ഇത് അവർ ധരിക്കുന്നത് സൗന്ദര്യത്തിൻ്റെ പ്രതീകമായി മാത്രമല്ല, സ്ത്രീകൾക്ക് ഭർത്താവിനോടുള്ള പ്രതിബദ്ധതയും സൂചിപ്പിക്കുന്നു. ചുണ്ട് ഇത്രയും വലിച്ചു നീട്ടുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ. റിംഗ് ബ്യൂട്ടി. ഇത് വിചിത്രമായി തോന്നാം, പക്ഷേ നീളമുള്ള കഴുത്ത് പലപ്പോഴും ആകർഷകമായി കണക്കാക്കപ്പെടുന്നു. കയ്യാൻ ജനത ഒരു സ്ത്രീയുടെ കഴുത്തിൻ്റെ നീളം വളരെ ഗൗരവമായി കണക്കാക്കുന്നു. അതിനാൽ 5 വയസ്സ് മുതൽ ഒന്നിലധികം കനത്ത പിച്ചള വളയങ്ങൾ അവരുടെ കഴുത്തിൽ ഘടിപ്പിക്കുന്നു. കാലക്രമേണ കൂടുതൽ കൂട്ടിച്ചേർക്കുന്നു. ഒടുവിൽ അവയുടെ ഭാരം അവരുടെ തോളെല്ലിനെ താഴേക്ക് തള്ളുന്നു. ഇത് വാരിയെല്ലിനെ ഞെരുക്കുകയും നീളമുള്ള കഴുത്ത് എന്ന മിഥ്യ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇത് നട്ടെല്ല്, പുറം, കഴുത്ത് എന്നിവയ്ക്ക് പരിക്കേൽപ്പിക്കുക മാത്രമല്ല, ദൈനംദിന ജീവിതത്തിൽ ഇത് വളരെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. സ്ത്രീകൾക്ക് അവരുടെ തല സൈഡുകളിലേക്ക് താഴേക്കോ ചലിപ്പിക്കാനോ സാധിക്കില്ല എന്ന് മാത്രമല്ല, വെള്ളം സ്ട്രോ ഉപയോഗിച്ച് കുടിക്കേണ്ട അവസ്ഥ വരെ വരുന്നു. എന്നാൽ രസകരമായ കാര്യം എന്തെന്നാൽ ഇവരെന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ അവർക്ക് തന്നെ അറിയില്ലാത്രേ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന്. തൻ്റെ പൂർവികർ ചെയ്തത് അത് തന്നെ പിന്തുടർന്ന് എല്ലാവരും ചെയ്തു പോരുന്നു എന്ന് മാത്രം. ലോ ഹാങ്ങേഴ്സ്. 2010കളുടെ തുടക്കത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ ചെവി വലിച്ചു നീട്ടുന്നത് വളരെ സാധാരണമായിരുന്നെങ്കിലും ദയേക് ജനതയുടെ കയാൻ ഉപഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ആചാരം സ്ത്രീകളുടെ ചെവിയുടെ നീളം കൂട്ടലാണ്. ഏകദേശം 4 വയസ്സ് മുതൽ അവിടുള്ള പെൺകുട്ടികളുടെ ചെവികൾ തുളച്ച് ഓരോന്നിലും കനത്ത വെങ്കലമോ വെള്ളിയോ കൊണ്ടുള്ള റിങ്ങുകൾ സ്ഥാപിക്കുമായിരുന്നു. ഇത്തരത്തിലിടുന്ന റിങ്ങുകളെ അവർ ഹിസാങ് എന്ന് വിളിക്കുന്നു. പെൺകുട്ടികൾക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ഹിസാങ്ങുകൾ ചേർക്കുമായിരുന്നു അത്രേ. ഇത് സ്ത്രീയുടെ ക്ഷമയും കഷ്ടപ്പാടുകളെ ചെറുക്കാനുള്ള കഴിവും പ്രതിനിധീകരിക്കുന്നു എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ദി ഹിംബ ട്രൈബ്. സൗന്ദര്യത്തിൻ്റെ മറ്റൊരു പ്രധാന ഘടകമാണ് മുടി. എന്നാൽ ആഫ്രിക്കയിലെ ഹിംബ ഗോത്രത്തിലെ സ്ത്രീകൾക്കും മുടി നമ്മളെ പോലെ തന്നെ പ്രധാനമാണെന്ന് തോന്നുന്നു. ഇവിടുള്ള സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവരുടെ മുടി.
ഇത് പിന്നിയിട്ടതും ഊട്ടി ജീസെ എന്നറിയപ്പെടുന്ന ചുവന്ന കളിമണ്ണ് പോലുള്ള പേസ്റ്റിൽ പൊതിഞ്ഞതുമാണ്. ഓമ സൂമ്പ കുറ്റിച്ചെടിയുടെ നീര്, മൃഗക്കൊഴുപ്പ്, നിലത്ത് നിന്നെടുത്ത ചുവന്ന പിഗ്മെന്റ് കല്ല് എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ മിശ്രിതം അവരുടെ ചർമ്മത്തെയും മുടിയെയും സൂര്യനിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി സൃഷ്ടിച്ചതാണെന്ന് പറയപ്പെടുന്നു. ഇത് അവരുടെ സംസ്കാരത്തിൽ രക്തത്തിനെയും ജീവിതത്തിൻ്റെ ഗുണത്തെയും പ്രതീകപ്പെടുത്തുന്നു. നെയ്ത പുല്ലും ആടിൻ്റെ രോമവും ഉപയോഗിച്ച് വിപുലമായ ഹെയർ സ്റ്റൈലുകൾ സൃഷ്ടിക്കാൻ ഇവർ മണിക്കൂറുകളോളം ചെലവഴിക്കുന്നു. മുടി അണിഞ്ഞിരിക്കുന്ന ശൈലി നോക്കി സ്ത്രീയുടെ പ്രായം, സമ്പത്ത്, അവൾക്ക് എത്ര കുട്ടികളുണ്ടെന്ന് വരെ മനസ്സിലാക്കുമായിരുന്നു അത്രേ. എന്നാൽ മുടിയിൽ ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് ഈ ഗോത്രത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. തെക്കൻ ആഗോളയത്തിൽ താമസിക്കുന്ന ഗോത്രക്കാർ ഇതുപോലെ തന്നെ സ്ത്രീ ഹെയർ സ്റ്റൈലുകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. ചതച്ച ചുവന്ന കല്ല്, മരത്തിൻ്റെ തൊലി, ഔഷധ സസ്യങ്ങൾ, എണ്ണകൾ എന്നിവ ഉപയോഗിച്ച് പേസ്റ്റ് ഉണ്ടാക്കി അത് മുടിയിൽ പുരട്ടുന്നവരായിരുന്നു ഇവർ. ഇതുപയോഗിച്ച് നോൺ ടോംബി എന്ന് വിളിക്കപ്പെടുന്ന കട്ടിയുള്ള ബ്രേഡുകൾ സൃഷ്ടിക്കാൻ ഇവർക്കാകുമായിരുന്നു. പിന്നീട് കവറുകൾ, മുത്തുകൾ എന്നിവ ഉപയോഗിച്ച് ഇവ അലങ്കരിക്കുകയും ചെയ്യുന്നു. എന്തൊക്കെ വിചിത്രമായ രീതികളാണല്ലേ. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബ്ലോക്കഡ് നോസ്. നമ്മുടെ എല്ലാവരുടെയും മൂക്കുകൾ വ്യത്യസ്തമാണല്ലേ. എന്നാൽ മിക്ക സ്ത്രീകൾക്കും ചെറിയ മൂക്കുകളാണ് ഇഷ്ടം. എന്നിരുന്നാലും ഇന്ത്യയിലെ അപതാനി ഗോത്രത്തിലെ സ്ത്രീകൾക്ക് വലിയ മൂക്കുകളാണ് ഇഷ്ടം. അവിടെയുള്ള സ്ത്രീകൾ മൂക്കിൻ്റെ ഇരുവശങ്ങളിലും വലിയ ദ്വാരമുണ്ടാക്കി അതിൽ വട്ടത്തിലുള്ള തടിക്കഷ്ണങ്ങൾ ഫിറ്റ് ചെയ്യുമായിരുന്നു അത്രേ. ഇതിനെ അവർ യാപ്പിംഗ് ഹെല്ലോ എന്ന് വിളിക്കുന്നു. എന്നാൽ അപതാനി സ്ത്രീകൾ മൂക്ക് കുത്തുക മാത്രമല്ല ചെയ്തിരുന്നത്, അവർ മുഖത്ത് പച്ച കുത്തുകയും ചെയ്യുമായിരുന്നു. ഇത് അവരുടെ നെറ്റിയുടെ മധ്യഭാഗത്തു നിന്ന് മൂക്കിൻ്റെ അറ്റം വരെയും അവരുടെ താഴത്തെ ചുണ്ടിൽ നിന്ന് താടിയിലേക്ക് 5 വരികൾ പോകുന്ന രീതിയിലാണ് പച്ച കുത്തിയിരുന്നത്. പന്നിക്കൊഴുപ്പ് മണ്ണിൽ കലർത്തി മുള്ളുകളുള്ള ചെടി ഉപയോഗിച്ച് ചർമ്മത്തിൽ വരയ്ക്കുന്നതാണ് ഇവരുടെ ഈ രീതി. എന്നാൽ എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ വിചിത്രമായ സൗന്ദര്യ ചിന്താഗതികൾ പിന്തുടരുന്നത്? ചരിത്രപരമായി അപതാനി ഗോത്രം മറ്റു ഗോത്രങ്ങളുമായി സഹവസിച്ചിരുന്നു. അപ്പോൾ അവിടെയുള്ള സ്ത്രീകളെ പലരും തട്ടിക്കൊണ്ടു പോയിരുന്നു അത്രേ. അതുകൊണ്ട് തന്നെ അവരുടെ സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിലുള്ള സൗന്ദര്യമാറ്റം വരുത്തുന്നത് എന്നാണ് അവർ പറയുന്നത്. പേർലി ബ്ലാക്സ്. വെളുത്ത പല്ലുകൾ സൗന്ദര്യത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്തൊരു ഘടകമാണല്ലേ. എന്നാൽ ചില സംസ്കാരങ്ങളിൽ വെളുത്ത പല്ലുകൾ ആവശ്യമല്ല എന്നറിയുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടും. ജപ്പാനിൽ നൂറ്റാണ്ടുകളായി ഓഹാഗൂറോ എന്നറിയപ്പെടുന്ന ഒരു സാധാരണ സൗന്ദര്യ സമ്പ്രദായം നിലനിന്നിരുന്നു. ഇത് എന്തെന്നാൽ പല്ലുകളെ കറുപ്പിക്കുന്ന രീതിയാണ്. സ്ത്രീകളും പുരുഷന്മാരും ചായയിൽ നിന്നും പച്ചക്കറിയിൽ നിന്നും ഫെറിക് അസറ്റേറ്റ്, വിനാഗിരി, ടാനിൻ എന്നിവ കലർത്തി കാനമേസു എന്നറിയപ്പെടുന്ന ഒരു കറുത്ത ലായനി ഉണ്ടാക്കും. ഇത് പല്ലുകളിൽ ഉപയോഗിച്ച് കഴിയാവുന്നത്ര കറുപ്പിക്കുമായിരുന്നു അത്രേ. ഏകദേശം 15 വയസ്സ് മുതൽ ഇത് ആരംഭിക്കുമായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? പണ്ട് കാലങ്ങളിൽ ജപ്പാനിൽ കറുത്ത നിറമുള്ള വസ്തുക്കളെ മനോഹരമായി കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ പല്ലുകൾ കറുപ്പിച്ചാൽ പല്ലുകൾ കാണാൻ ഭംഗിയായിരിക്കുമെന്നായിരുന്നു ഇവരുടെ ചിന്താഗതി. എന്നാൽ പിന്നീട് ഇത്തരത്തിലുള്ള ആചാരങ്ങൾ ഗവൺമെൻറ് നിരോധിക്കുകയായിരുന്നു. സ്റ്റാംപ്സ്. ഇന്ന് പലരും ടാറ്റു കുത്താൻ ഇഷ്ടമുള്ളവരാണല്ലേ. എന്നാൽ പണ്ടു മുതലേ മാവോറി സംസ്കാരത്തിലുള്ളവർ ടാറ്റു ഡിസൈനുകൾ പിന്തുടർന്നിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് ഒരു വ്യക്തിയുടെ മുഴുവൻ പൂർവിക പശ്ചാത്തലത്തെയും പ്രതിനിധീകരിക്കുന്നു. അവരുടെ വിശ്വാസ വ്യവസ്ഥയുടെ ഭാഗമായി, ശരീരത്തിൻ്റെ ഏറ്റവും പവിത്രമായ ഭാഗമായി അവർ തലയെ കണക്കാക്കി. ഇക്കാരണത്താൽ തന്നെ മുഖത്തെ ടാറ്റുകൾ അല്ലെങ്കിൽ ടാമോക്കോ എന്ന് വിളിക്കപ്പെടുന്ന രീതി മാവോറി ഐഡന്റിറ്റിയുടെ ഒരു വലിയ ഭാഗമായി മാറി. ഇത് ഒരു വ്യക്തിയുടെ അറിവ്, വൈദഗ്ധ്യം, വിവാഹം ചെയ്യാനുള്ള യോഗ്യത എന്നിവ പോലും സൂചിപ്പിക്കാൻ വിവിധ വിധത്തിലുള്ള ടാമോക്കോ ഡിസൈനുകൾ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇന്ന് കാണുന്ന മാവോറികൾ തിരഞ്ഞെടുക്കുന്ന ടാറ്റു അവരുടെ വംശത്തെ സൂചിപ്പിക്കുന്നു. മൂക്ക്, കവിൾ, താഴത്തെ താടിയെല്ല് എന്നിവയ്ക്ക് കുറുകെയുള്ള വരകൾ, ചുഴികൾ തുടങ്ങിയ പല ഡിസൈനുകളും ഇവർ ഉപയോഗിച്ചിരുന്നു.
ഇപ്പോഴത്തെ ടാറ്റു ഡിസൈൻ പെയിനുകളിൽ നിന്ന് വ്യത്യസ്തമായി എണ്ണയിൽ മണം കലർത്തി വീതിയേറിയ പുല്ലുകളുള്ള ചീപ്പ് ഉപയോഗിച്ച് ചർമ്മത്തിൽ അടിച്ചുകൊണ്ടാണ് ഇവർ ഈ ടാറ്റു ചെയ്തിരുന്നത്. ലോങ് ഹെയർ മുടികൾ സൗന്ദര്യത്തിൻ്റെ ഭാഗമായി പ്രത്യേകമായി ഡിസൈൻ ചെയ്യുന്നവരെ നമ്മൾ കണ്ടു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ലോങ് ഹോൺ മിയാവൂ സ്ത്രീകൾ അവരുടെ സൗന്ദര്യ നിലവാരം ഉയർത്തുന്നതിന് അവരുടെ തലയിൽ 6 കിലോഗ്രാം വരെ ഭാരം വരുന്ന ശിരോവസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. ഇത് അവരുടെ പൂർവികരുടെ മുടിയിൽ നിന്ന് നിർമ്മിക്കുന്നതാണത്രേ. നൂറ്റാണ്ടുകളായി പൂർവികർ അവരുടെ മുടി ശേഖരിക്കുകയും ഭീമാകാരമായ ശിരോവസ്ത്രം നിർമ്മിക്കാൻ അത് കൈമാറുകയും ചെയ്തിരുന്നു. ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള ഈ ഡിസൈൻ വെള്ള റിബൺ ഉപയോഗിച്ച് തലയിൽ ഘടിപ്പിച്ചിരുന്നു. ഈ വിഗുകൾ ഇവർ ദിവസേന ധരിക്കാറുണ്ടായിരുന്നു അത്രേ. എന്നാൽ ഇപ്പോൾ അവ ധരിക്കുന്നതിനുള്ള സമയത്തെയും അവ തലയിൽ വെച്ച് നടക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും മൂലം അവധി ദിവസങ്ങളിൽ മാത്രം ധരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ശിരോവസ്ത്രം ധരിക്കുന്നത് അവരുടെ സൗന്ദര്യത്തിന് പുറമെ പൂർവികർക്കുള്ള ഒരു ബഹുമാനപൂർവ്വം കൂടിയാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ.